നമ്മളുടെ മനസ്സിൽ റമദാന് തുടങ്ങി എന്നൊരു ചിന്താഗതിയാണ്. സത്യത്തിൽ 11 ദിവസം നമ്മളോട് യാത്ര പറയാം. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിലാണ്. 1/3 ഭാഗത്തിനേക്കാൾ കൂടുതൽ കഴിഞ്ഞു പോയി. നേറി വന്ന 18 19 ദിവസമാണ് ബാക്കിയുള്ളത്. ഓരോ സമയവും ഒരു കരുതലോടുകൂടെ ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്താൻ. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഈമാൻ കൊള്ളാൻ വിചാരണയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാഫിയായ ഇൽമായി അല്ലാഹു നമുക്കതിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ നൈമിഷികമായൊരു ജീവിതം അല്ലാഹു നമുക്ക് തന്നു. അത് കണക്കാക്കി ആയുസ് എത്രയാണോ അത് അവസാനിപ്പിച്ച് മടങ്ങാനുള്ളവരാണ്. പക്ഷേ ഈ ലോകത്ത് തന്ന ആയുസ്സിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചോ തലനാരിഴ കീറി അല്ലാഹു തആല പരിശോധിക്കും. അതില്ലാതെ ഒരാൾ പോലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. സ്വർഗമുണ്ടെന്ന് ഉറപ്പ് കിട്ടിയവർക്ക് പോലും ഹിസാബിനെ പറ്റി പറയുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ പടഞ്ഞിരുന്നു എന്നുള്ളത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ജീവിക്കുന്ന ശരാശരി ആയുസ്സിനെ സംബന്ധിച്ച് പറയലുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് ഞാൻ. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്നു. അപ്പം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, വയസ്സെത്രയും? അദ്ദേഹം പറഞ്ഞു 60 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, യാത്ര തുടങ്ങിയിട്ട് 60 വർഷമായിട്ടുണ്ടല്ലേ, താങ്കൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളും യാത്ര തുടങ്ങിയിട്ട് ഒരുപാടായി, ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ട്. ജീവിച്ചു തീർത്തതാണ് ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിനെ പരിപൂർണമായിട്ട് അനലൈസ് ചെയ്യും. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ചോദിക്കും. ഈ വിചാരണയുടെ കൂട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ദുആ ചെയ്തൊന്നുണ്ട്, അല്ലാഹുമ്മ ഹസ്സിബ്നി ഹിസാബൻ യസീറാ. അല്ലാഹുവേ, എന്നെ നീ ലളിതമായി വിചാരണ ചെയ്യണേ എന്ന് മുത്തനബി ദുആ ചെയ്യാൻ. ഐഷ റളിയല്ലാഹു അൻഹ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊരു ബോധ്യപ്പെടുത്തലാണ്. അത് കിട്ടിയ ആളുകളൊക്കെ രക്ഷപ്പെടും. അള്ളാഹു സ്വർഗത്തിൽ പോകുന്ന അവൻ്റെ അടിമകളിൽ എത്ര വലിയ കാരുണ്യം കാണിക്കുന്നുണ്ടെന്നറിയും. ഇപ്പോൾ ഞാനെന്ന വ്യക്തിയുടെ രഹസ്യങ്ങൾ മൊത്തം പുറത്തഴിച്ചാൽ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും രഹസ്യങ്ങൾ പുറത്തഴിച്ചാൽ, നമുക്കൊരു പക്ഷേ അതിൽ മറ്റുള്ളവർ അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന പലതും ഉണ്ടാവാം. മനുഷ്യരായിട്ടുള്ള പലർക്കും ഉണ്ടാവാം. മഹ്ശറയിൽ അല്ലാഹു തആല അതിനെ പുറത്തു കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്താണ്? അവിടെയാണ് അല്ലാഹു സ്വർഗത്തിലേക്ക് പോകുന്നവൻ്റെ അടിമകളോട് അല്ലാഹ് കാണിക്കുന്ന കാരുണ്യം. പൊതുസമൂഹത്തിനും അവർക്കുമിടയിൽ അള്ളൊരു മറയിടുന്ന. എന്നിട്ട് ആ വിചാരണയെ പറ്റി പോലും പറയുന്നതെന്നറിയോ? ആ വിചാരണ അവൻ്റെ ഓരോ തിന്മകളും അല്ലാഹു തആല ചോദ്യം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ വിചാരിക്കും, ഞാൻ നരകത്തിലേക്കാണോ എന്ന് ചിന്തിച്ചു പോകുന്നാൽ അവസാനം ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് മാറ്റും. നമ്മൾ ചിന്തിക്കേണ്ടത്, ആ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ഈ സമയം നമ്മളുടെ കയ്യിലുണ്ട്. അടുത്ത സെക്കൻഡ് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. ഈ റമദാന് പൂർത്തീകരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് റമദാനിൽ കിട്ടുന്ന ഓരോ സമയങ്ങളും എന്തെങ്കിലും തിന്മയുടെ മീസാനിലേക്ക് കനം കൂടാൻ നമ്മളിൽ പാപങ്ങളുണ്ടെങ്കിൽ അത് കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് റമദാൻ എന്ന് പറയുന്ന കരിച്ചു കളയുക എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ വഴികളും അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവസാനം ഒന്ന് സൂചിപ്പിച്ചിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്, ആയത്താണ്. അവിടെ അല്ലാഹു തആല പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്തെല്ലാം നിഅമത്ത് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടോ അതിനെ ചോദിക്കുക തന്നെ ചെയ്യുന്നാൻ. സാധാരണ അതിനെ നൂനു സഖീല എന്ന് പറയാം, കനപ്പെടുത്തി പറയാൻ. അല്ലാഹു ചോദിക്കുന്നല്ല പറഞ്ഞേ, ലതുസ്അലുന്ന, അവർ നിശ്ചയമായും ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി പറയാൻ. ഖുർആനിലെ
മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ഏതൊക്കെ സമുദായത്തിലേക്ക് ഏതൊക്കെ പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടോ ആ സമുദായവും അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരും ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ ചോദിക്കപ്പെടാതെ വിചാരണയില്ലാതെ കടന്നു പോകുക എന്നുള്ളത് സാധ്യമല്ല. നാളെ മഹ്ശറിലേക്ക് കടന്നു വരുന്ന രംഗം പറയുന്നിടത്ത് പോലും അല്ലാഹു തആല പറഞ്ഞില്ലേ, യൗമഇദി യസ്ദുറുൻ നാസു അശ്താതൻ ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. യൗമഇദിൻ അന്നേ ദിവസം യസ്ദുറുൻ നാസു അശ്താത, മനുഷ്യർ എന്ന ഭിന്ന സംഘങ്ങളായി കടന്നു വരികയാണ്. ലിയുറൗ അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരെന്ന ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ ഓരോ ഭിന്ന സംഘങ്ങളായി കടന്നു വരും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു. ആരെന്നവിടെ അണുതൂക്കം നന്മ ചെയ്തോ ആ നന്മ അവിടെ അവൻ കാണുന്നതാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അണുതൂക്കം തിന്മ ആര് ചെയ്തുവോ ആ തിന്മയും അവിടെ അവൻ കാണുമെന്ന് അല്ലാഹു തആല അവിടെ ഉപയോഗിച്ച പദം എന്താണെന്നറിയോ? ദർറത്ത്. ദർറത്ത് നമ്മൾ അർത്ഥം പറഞ്ഞത് അണുതൂക്കം എന്നാണ്. ഈ അണുതൂക്കം ദുനിയാവിൽ നന്മ ചെയ്തിട്ടുണ്ടോ? വെറുതെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ കാലിൻ്റെ നഖം ഇങ്ങനെ ചീന്തി അവിടെ ഇട്ടുപോയി, അയാളങ്ങനെ ഇട്ടുപോയി. ആ ഒരു ചെറിയ കരട് നമ്മളുടെ കൈ കൊണ്ടെടുത്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ടാൽ അതുപോലെ നിങ്ങൾ ആഖിറത്തിൽ കാണുന്നതാണ്. ഒരാൾ റോഡിലൂടെ കടന്നു വന്നപ്പോൾ അയാളോടൊന്ന് പുഞ്ചിരിച്ചത്, വലൗ അൻതൽക അഖാക ബിവജ്ഹിൻ തുലിഖ്, പ്രസന്ന മുഖത്തോടെ തൻ്റെ സഹോദരനെ കണ്ടുമുട്ടിയത് പോലും നന്മയായി ആഖിറത്തിൽ കാണുന്നാൻ. അതിൻ്റെ കൂടെ പറഞ്ഞത് മിസ്കാല ദർറത്ത്, അണുതൂക്കം ഷർറ് ചെയ്തിട്ടുണ്ടോ, ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ ലിസാനുൽ അറബ് പോലുള്ള ഡിക്ഷണറികളിലൂടെ കാണാം, ഏറ്റവും കനം കുറഞ്ഞ ഉറുമ്പിൻ്റെ ചെറിയ കാലിൻ്റെ തൂക്കം എങ്ങാനുന്നാൻ. പലരും അതിനെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട് ഈ കറുത്ത ഉറുമ്പാണെന്ന്. കാറ്റ് വന്ന പാറിപ്പോകുന്ന ആ കറുത്ത ഉറുമ്പിൻ്റെ നിസ്സാരമായ കാലിൻ്റെ തൂക്കമെന്ന്. അല്ലെങ്കിൽ ചെറിയൊരു പ്രകാശങ്ങളിലൂടെ പാറിക്കളിക്കുന്ന ധൂളങ്ങളിലെ നിസ്സാരമായ ഒരു ധൂളത്തിൻ്റെ കനമെങ്ങാനും. ഈ പറഞ്ഞ നമുക്ക് മനസ്സിലാവും. പഴയ ഓടിട്ട വീട്ടിലൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് രാവിലെ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഒരു തുറന്നു വെച്ചൊരു ഓടിങ്ങനെ 3 എണ്ണമൊക്കെ വെക്കലുണ്ട് ഇടയിൽ. അതിൽക്കൂടെ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ വെളിച്ചം ഇങ്ങനെ വരും. അതിങ്ങനെ നോക്കുമ്പോൾ അതിലിങ്ങനെ കാണാം ചെറിയ ധൂളങ്ങൾ ഇങ്ങനെ പാറിക്കളിക്കണേ. പിടിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതിലൊരു മൈന്യൂട്ട് പോയിന്റ് തൂക്കി കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അത്രയും അളവ് തിന്മ ചെയ്തിട്ടുണ്ടോ ആ തിന്മ അല്ലാഹുവിൻ്റെ കോടതിയിലൂടെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ്. നിസ്സാരമെന്ന് കരുതിയത്, സാരമില്ല എന്ന് കരുതിയത്, അതൊരു പ്രശ്നമാവില്ല എന്ന് കരുതിയത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് എത്ര നമ്മൾ ദുനിയാവിൽ പ്രവർത്തിച്ച അണുതൂക്കം നന്മയുണ്ടോ തിന്മയുണ്ടോ അവിടെ കൊണ്ടുവരും. എന്തെല്ലാം നിഅമത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹു തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ വിചാരണ നമ്മളുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ ഒരു ഭയമുണ്ടാവുക എന്നുള്ളത് അത് ഈമാൻ്റെ ഭാഗമാണ്. ഈമാൻ്റെ ഭാഗമാണ്. നമ്മളുടെ പൂർവികരൊക്കെ അതിനെ ഭയപ്പെട്ടു പോയ ഒരു രീതിയുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആലോചിക്കണം, നമ്മളിലേക്ക് ടച്ച് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കണം. നമുക്ക് സ്വർഗം ഉണ്ടെന്നൊരു ഉറപ്പില്ല. ഈ ചെയ്യുന്ന അമല് പോലും അള്ളാഹു സ്വീകരിക്കുമെന്നൊരു ഉറപ്പില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും പറഞ്ഞോ നമ്മുടെ റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേന്ന്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈല റബ്ബന തഖബ്ബൽ മിന്ന. ജനങ്ങൾ ഇന്ന് പിരിവെടുത്തിട്ടല്ല, ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ല. അല്ല പറഞ്ഞു ഇബ്രാഹിമേ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞു, അതിന് അതേപോലെ ശിരസ വഹിച്ചു. എന്നിട്ട് പോലും ആ പിതാവും മകനും അല്ലാഹുവിനോട് പറഞ്ഞത് റബ്ബന തഖബ്ബൽ മിന്ന, സ്വീകരിക്കണേ, ഈ അമൽ എനിക്ക് വേണ്ട, കൊണ്ടുവന്നവന്റെ മുഖത്തേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മളുടെ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വിശുദ്ധ റമദാൻ അവർക്ക് തുഫത്തഹു ലഹും അബ്വാബസ് സമാ,
അള്ളാഹു ആകാശ കവാടങ്ങളെ തുറന്നു വെക്കുന്ന എന്തിനാണെന്നറിയോ? അമലുകളെ റബ്ബിലേക്ക് ഉയർത്തപ്പെടാനാണ്. ഈ അവസരങ്ങളൊക്കെ തന്നിട്ടും നമ്മളുടെ മീസാനിൽ നന്മയില്ലെങ്കിൽ, ചെയ്യാനുള്ള അമൽ അല്ലാഹ് കബൂൽ ചെയ്തിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളുടെ അവസ്ഥ അതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലത്തിലൂടെ മിന്നൊളി രൂപത്തിലൂടെ കടന്നു പോകുന്ന, അതിവേഗത്തിലൂടെ ആദ്യമായി കടന്നു പോകുന്നത് ലോകത്തിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്നു നിൽക്കുന്നത്, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോലും ഞാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ ആരാമത്തിന്റെ വലിയൊരു കൊട്ടാരം തന്നെ കാണിച്ചുകൊണ്ട് മലക്ക് പറയുന്നുണ്ട്, നബിയേ ഇതങ്ങേക്കുള്ള കൊട്ടാരമാ. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസിലെ കാണാം. അത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ഉള്ള മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളെ നബീനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. സിറാത്ത് പാലെന്ന് പറഞ്ഞാൽ ജഹന്നമിൻ്റെ മുകളിലൂടെയുള്ള ഒരു ജിസറാണ്, ഒരു പാലാണ്. അഹഫുമിനൽ ഷഅർ, മുടിയിനേക്കാളും ലോലവും, അഹദ്ദുമിന സൈഫ്, വാളിനേക്കാളും മൂർച്ചയും, മസില്ല, പെട്ടെന്ന് വഴുതി പോകുന്നൊക്കെയാണ്. അതിലാളുകൾ വളരെ കഷ്ടപ്പെട്ടു പോകുന്നവരും അതിൻ്റെ കൊളുത്തുകൾ, നജ്ദിൻ്റെ താഴ്വരയിലെ മുള്ളുകളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. പക്ഷെ അതിലൂടെ അതിവേഗത്തിൽ ആദ്യം കടന്നു പോകുന്ന അല്ലാഹുവിൻ്റെ ഹബീബാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, എപ്പോഴങ്ങേക്ക് സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ, സിറാത്ത് കടന്ന് സ്വർഗത്തേക്ക് കാല് വെച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ ആദ്യം കടന്ന റസൂൽ തൻ്റെ ഉമ്മത്ത് ഇരുന്ന് എഴയുന്നവരും വയറിൽ എഴയുന്നവരും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ റസൂൽ സ്വർഗത്ത് കയറിയല്ല, പാലം കടന്ന് അവിടെ നിൽക്കും. ഒരേ ഒരു വാക്ക് ആവർത്തിച്ചു പറയും, റബ്ബിസല്ലിം റബ്ബിസല്ലിം റബ്ബിസല്ലിം, എൻ്റെ റബ്ബെ രക്ഷിക്കണേ അല്ലാ, രക്ഷിക്കണേ അല്ലാ, ഈ ഉമ്മത്തിനെ രക്ഷിക്കാൻ. അത്ര നമ്മളോട് കാരുണ്യമുണ്ട്. നിങ്ങൾ നോക്കി, ഇത്രയും സൗഭാഗ്യമുള്ള റസൂൽ ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാ എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരോ? അദ്ദേഹം പറഞ്ഞു, റസൂലേ ഈ ഖുർആൻ അവതീർണമായ അങ്ങയിലേക്കാണ്, അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഓതിത്തരണമോ? റഅബതീ അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓതി ഞാൻ ഇതുവരെ എത്തിയപ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എൻ്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാ, നിർത്തണേ അബ്ദുല്ലാ. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമൂഹത്തിനും സാക്ഷിയായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ, റസൂലേ അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മുമ്പിൽ അള്ളാന്റെ ഹബീബ് തകരുകയാണ്, പ്രവാചകൻ കരയുകയാണ്, കണ്ണ് നിറഞ്ഞൊലിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് സ്വർഗം ഉറപ്പാണ്, സ്ഥാനം ഉറപ്പാണ്. ലോകൈകരായ വിശ്വാസികളൊക്കെ ബാങ്ക് കഴിയുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ, ആ പ്രവാചകന് ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കണവരാണ്. ഒക്കെ കയറേണ്ടിയുണ്ട്. പക്ഷെ മുത്തുനബിയുടെ ഭയം കണ്ടോ? ഈമാൻ്റെ ഭാഗമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സഹാബിയാണ്. ഈ റമദാൻ സ്വർഗത്തിൻ്റെ റയ്യാൻ ഉൾപ്പെടെയുള്ള 8 കവാടങ്ങളും അത് തുറന്നു തരുന്ന മാസമാണ് റമദാൻ. അതായത് ഏത് കവാടത്തിൽ കൂടെ സ്വർഗത്ത് പോകാനും നമുക്ക് അധ്വാനിക്കാൻ പറ്റും. പക്ഷേ എല്ലാ കവാടത്തിനും അർഹനായ മഹാനായ വ്യക്തിത്വം, ഏറ്റവും വലിയ ഔലിയാക്കളിൽ ഏറ്റവും വലിയ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചേ. പ്രവാചകന്റെ സ്വാഹിബാണ് എന്ന് അഭിസംബോധനം ചെയ്തത് അല്ലാഹുവിന്റെ ഖുർആനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മരച്ചില്ലകളിലൂടെ പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ടപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്നുണ്ട്. ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ അള്ളാന്റെ വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ, അള്ളാന്റെ ഹിസാബ് എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ. നിങ്ങൾ നോക്കി, അധികമായിട്ടൊന്നും അദ്ദേഹം കൈപ്പറ്റിയിട്ട് പോലുമില്ല. കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവിന് കൊടുത്തിട്ടേ ആ ചെലവിൽ ഭാര്യ സ്വന്തം ആഗ്രഹം നടപ്പി വരുത്താൻ വേണ്ടിയിട്ട് അതിനെ പിശുങ്ങി വെച്ച് കുറച്ചിങ്ങനെ എക്സ്ട്രാ പിടിച്ചു വെച്ചപ്പോൾ സ്വന്തം ഭർത്താവിനോട് പറയാണ്, എനിക്ക് ഇന്നൊരു സാധനം വാങ്ങാൻ ആഗ്രഹമുണ്ട്. പണം കൊടുത്തപ്പോൾ അബൂബക്കർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് എവിടുന്നാണ്? അങ്ങ് ചെലവിന് തന്നേന്ന് പിടിച്ചു വെച്ചതാണ്. ഇസ്ലാമിൻ്റെ ഭരണാധികാരി അടുത്ത ദിവസം ഒരു ഓർഡർ ഇട്ടു, ചെലവിന് എടുക്കുന്ന പൈസയിൽ ഇത്ര എമൗണ്ട് കൂടുതലാണ്, അതുകൂടെ കുറക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അത്ര വരെ അള്ളാൻ്റെ മാർഗത്തിൽ സൂക്ഷ്മത പാലിച്ച ആ വ്യക്തിത്വം. മൺകട്ട കയ്യിലെടുത്തിട്ട് പറയാ, ഇതുപോലൊരു മൺകെട്ട് ഞാൻ ആയിരുന്നെങ്കിൽ അള്ളാന്റെ വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ. അതത്ര നിസ്സാരമില്ല, അതിന്റെ ഗൗരവങ്ങളാണ്. അള്ളാന്റെ കോടതിയിൽ വന്ന് നിൽക്കേണ്ട പേടി. മദീനയുടെ മസ്ജിദ് നബവിയുടെ മിമ്പറില് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ അതിമനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ ഒരു വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു എന്നാണ്. ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെൻ്റെ ഉമറിനുള്ള കൊട്ടാരൻ. ഉമർ കുറച്ച് ഏറത്തുള്ള ആളാണ്, ദേഷ്യമുള്ള ആളാണ്. എൻ്റെ ഉമറിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ആ കൊട്ടാരത്തിൽ കയറിയില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകളുയർത്തി ചോദിക്കുന്നുണ്ട്, ഹാറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയേ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ റസൂലേ? ഈ ഉമറിന് അല്ലാഹു എന്തൊന്ന് നൽകുന്നവോ അത് മുഴുവനും എൻ്റെ റസൂലിനും എൻ്റെ പ്രവാചകനും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. സ്വർഗം ഉറപ്പല്ലേ? കൊട്ടാരം ഉറപ്പല്ലേ? നിങ്ങൾക്കറിയോ, ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിന്റെ രക്തസാക്ഷി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഓതി സുബഹി നമസ്കാരം നിർവഹിക്കുമ്പോ രണ്ടാമത്തെ റക്അത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രങ്ങൾക്കിടയിലൂടെ കടന്നുപോയി അദ്ദേഹത്തിന്റെ തൊണ്ടയിടറിയെന്നാണ്. രണ്ടാമത്തെ റക്അത്തിൽ പതിയിരുന്ന ഫൈറൂസ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതല മൂർച്ചയുള്ള കഠാര 7 തവണ അദ്ദേഹത്തിന്റെ വയറ്റിലൂടെ പ്രഹരിക്കുമ്പോ അദ്ദേഹം കുടൽമാല മുറിഞ്ഞ് താഴെ വീഴുമ്പോ പാല് കൊടുത്താലും മുന്തിരി നീര് കൊടുത്താലും വെള്ളം കൊടുത്താലും പുറത്തേക്കാണ്. ബനൂ മുആവിയ ഗോത്രത്തിലെ വിഷവൈദ്യർ വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ സത്യം പറഞ്ഞു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. കുത്തുകൊണ്ട് കിടക്കുന്ന അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ കടന്നവരാണ്. അബ്ശിർ ബിബുശ്റാ ബിസുഹബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് ഉമറേ താങ്കൾക്ക് സന്തോഷിക്കാമല്ലോ. ഉമറേ റസൂലുള്ളാഹിന്റെ സഹാബിയല്ലേ, ആദ്യ കാലഘട്ടങ്ങളിലൂടെ ദീനിനെ സഹായിച്ച ആളാണ് ഉമറേ താങ്കള്. താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ മുത്ത് റസൂല് ലോകത്ത് നിന്ന് വിട പറയുമ്പോ അങ്ങയെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലയോ ഇബ്നു അബ്ബാസ്, ഇതുപോലെ അള്ളാന്റെ കോടതിയില് ഈ ഉമറിന് വേണ്ടി സാക്ഷി പറയുമോ ഇബ്നു അബ്ബാസ്? ഇപ്പൊ പറഞ്ഞില്ലേ, ഇതുപോലെ അള്ളാന്റെ കോടതിയില് എനിക്ക് വേണ്ടി സാക്ഷി പറയും ഇബ്നു അബ്ബാസ്. ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു. അവസാന നേരം അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റുമ്പോ രക്തം വാർന്ന് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായോട് ചോദിക്കുന്നുണ്ട്, മോനെ, ബാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടച്ചുമോ?
ഈ രക്തം വാർന്ന ഉമറിന്റെ അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എൻ്റെ റബ്ബിനെന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ല ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ. ആരാ പറയണേ? ഉമർ ഇബ്നു ഖത്താബ്. അദ്ദേഹം കുത്തുകൊണ്ട് കിടക്കുമ്പോൾ മോള് ഹഫ്സ റളിയല്ലാഹു അൻഹാ വാ കർബാ അബാ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ, കരയല്ല മോളെ, ഇതിൻ്റെ പേരിൽ ബാപ്പ നാളെ ശിക്ഷിക്കപ്പെടാൻ കാരണം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ പറയില്ലേ, മലപ്പുറത്ത് കുറേ കാലമായി ഞങ്ങളെ കൂടെ, ഇനി പുതിയ പിള്ളേർ നോക്കട്ടെ, കുത്തുകൊണ്ട് കിടക്കണ ഉമർ റളിയല്ലാഹു അൻഹു കുത്തിയോനെ പറ്റിയിട്ടുള്ള അവനെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യബ്നത അഖി, എൻ്റെ സഹോദരപുത്ര, ആദ്യം നിൻ്റെ ശരീരത്തെ നരകത്തു നിന്ന് കാത്തരക്ഷിക്കുക. ആ വസ്ത്രം നിര്യാണിക്ക് മേലെ കയറ്റി കൊടുക്കുക. ഇത്ര കുത്തുകൊണ്ട് കിടക്കും. അവിടെ ആ വിഷയമൊന്നും നിസ്സാരമല്ല. നമ്മളായിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഉണ്ടോ? അത്ര ഗൗരവത്തോടു കൂടെ അവരൊക്കെ ഭയപ്പെടാൻ, വിചാരണ ഹിസാബിന് അവർക്ക് പേടിയുണ്ട്. നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് പോണേ, ഏതർത്ഥത്തിൽ അള്ളാഹിനെ സമീപിക്കാൻ വേണ്ടി പോണേ. മദീനയുടെ മസ്ജിദുൻ നബിയുടെ ഓരത്തെ ടെൻ്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളിൽപ്പെട്ട അസ്ഹാബ് സുഫയിൽപ്പെട്ട മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രിയിലിങ്ങനെ പകുത്തു വെക്കുന്നാൻ. ഒരു ഭാഗം മുത്ത് റസൂലിൽ നിന്ന് പഠിച്ചതിങ്ങനെ ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം മാത്രം കിടന്നുറങ്ങും, ഒരു ഭാഗം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും. ഭക്ഷണങ്ങളില്ലാതെ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പോലും ഒരു വഖഫുണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ. ആ മഹാരഥനായ സഹാബി മരിക്കണ നേരത്തെ സങ്കടപ്പെട്ടത് എന്തിനാണെന്നറിയും? അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ വിഷമിക്കണേ? അസ്സഫറു തവീൽ, എൻ്റെ യാത്ര ഒരുപാട് ദൂരമുണ്ട്. ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗനരകങ്ങളുടെ ദൂരം ഒരുപാടാണെങ്കിൽ വസ്സാദു ഖലീൽ, എൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, തുച്ഛമേ ഉള്ളൂ, ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന സങ്കടമാണ് അദ്ദേഹത്തിന് അലട്ടിയത്. എങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തല്ലേ, നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവർത്തിക്കാൻ, മീസാനിലേക്കൊന്ന് കനം കൂട്ടാൻ, ഹിസാബിൻ്റെ വേളയിൽ അവിടെ രക്ഷപ്പെടാൻ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദുനിയാവിൽ നമ്മൾ ഖൈറ് മാത്രമല്ല ഷർറ് ചെയ്തോ ഒക്കെ അല്ലാഹു തആല അവിടെ കൊണ്ടുവരുന്ന കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ പോലും അല്ലാഹു തആല അനുവാദം നൽകില്ല. 5 കാര്യങ്ങളെപ്പറ്റി അല്ലാഹു തആല ചോദിച്ചിട്ടല്ലാതെ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ട്, ആരോഗ്യത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ട്, ഒഴിവ് സമയത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ട്, സമ്പാദ്യവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് കടന്നു വരാനുള്ളത്. അല്ലാഹു തന്ന ആയുസ്സിൽ വഫീമ അഫ്നാ, എന്തിനാ നിന്റെ ആയുസ് നീ ചെലവഴിച്ചത് എന്തിനാണ്? പുറകേക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ 50 കൊല്ലം 40 കൊല്ലം 60 കൊല്ലം 30 കൊല്ലം ഒക്കെ അല്ലേ എന്തിനാ നമ്മളുടെ ആയുസ് ചെലവാക്കിയത്? അള്ളാഹിന്റെ അടുക്കല് കണക്ക് പറയാൻ നമ്മളുടെ കയ്യിൽ എന്തല്ലേ? ആയുസ്സിൽ നിന്ന് അല്ലാഹുവേ ഒരു ദിവസം 5 മിനിറ്റ് വീതം 25 വക്ത് അള്ളാഹ്ക്ക് കൊടുത്തതാണോ? അതുപോലും കറക്റ്റ് ഉണ്ടോ? ഈ റമദാനൊക്കെ ആലോചിച്ച് നോക്കേ, അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് കൊടുക്കാനുണ്ട്? ഒരു ഹർഫ് ഖുർആൻ പാരായണത്തിന് 10 നന്മയുണ്ടെന്ന് റമദാൻ അല്ലാത്തപ്പോ 3,23,000-ലധികം ഹർഫുകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ റമദാൻ അല്ലാത്തപ്പോ പാരായണം ചെയ്താൽ 3,23,000 ഇൻറ്റു 10 എത്ര പുണ്യ റമദാൻ അല്ലാത്തപ്പോ. അതിനെ വീണ്ടും ഇൻറ്റു 700 റമദാനിലേക്ക് കടന്നു വന്നപ്പോ 11ന്റെ ഈ വേളയിൽ നമ്മുടെ മനസാക്ഷിയോട് പറ, ഈ ആയുസ്സിൽ ഒരു 10 ദിവസത്തില് 11 ദിവസത്തില് എത്ര അള്ളാന്റെ ഖുർആൻ ഓതാൻ പറ്റിയെന്ന് ഉണ്ടോ? നമ്മളുടെ കയ്യിലുണ്ടോ? ആയുസ് എന്തിനാ ചെലവഴിച്ചേ? നന്മക്ക് വേണ്ടിയിട്ടാണോ തിന്മക്ക് വേണ്ടിയിട്ടാണോ? അല്ലേ? ഒരുപാട് കാലം ഗൾഫിൽ അധ്വാനിച്ചോ പറയും 30 കൊല്ലം ഗൾഫിലിരുന്നു അല്ലേ? എൻ്റെ പ്രവാസം 33 കൊല്ലാണ് 35 കൊല്ലാണ്. എന്തിനാ അധ്വാനിച്ചേ?
ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല നീയത്തുണ്ടോ, അമലു സ്വാലിഹത്തായി അള്ളാൻ്റെ അക്കൗണ്ടിൽ കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ആയുസ്സിന് അള്ളാഹ്ക്ക് വേണ്ടി ആരാധിക്കാൻ വേണ്ടി വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദുൻ, ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹ് പഠിച്ചിട്ടില്ല എന്നാണ്. അവന് വേണ്ടി ഇത്ര ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ നമ്മളുടെ ആയുസ്സിലുണ്ടോ? ആരോഗ്യത്തിനെ പറ്റി ചോദിക്കുമ്പോ യൗവനത്തിന്റെ തീഷ്ണമായ കാലഘട്ടങ്ങളെ, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, അതുപോലെ തന്നെ നോക്കണേ ആ വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം, നമ്മളുടെ വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, ഈ ആയുസ്സിനെ, ഈ ആരോഗ്യത്തിന് എന്തിനാ നമ്മൾ ചെലവഴിച്ചത്? കയ്യിൽ എത്ര ഹിഫ്ദുണ്ടായി? പലരും വന്ന് പറയില്ല തലയിൽ ഇരിക്കണില്ല. പല കാരണങ്ങളുണ്ട്. പ്രായം ഒരു കാരണമായേക്കാം ഭൗതികമായിട്ട്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇൽമ് മആസിയത്തുണ്ടെങ്കിൽ പാപങ്ങളുള്ളവൻ്റെ കൂടെ ഇൽമ് ഇരിക്കൂല എന്നാ. അത് ഉപകാരപ്പെടാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് ഉപകാരപ്പെടണം ഇൻഷാ അല്ലാഹ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ എത്ര ഖുർആനിന്ന് ഹിഫ്ള് ചെയ്യാൻ പറ്റി. നമ്മൾ പറയുമ്പോൾ തലേ കയറണില്ല, പഠിക്കണില്ല, പഴയ പോലെ മെമ്മറി ഉള്ള സമയം നമ്മൾ നോക്കിയില്ല. തണുപ്പുകളെ ഭേദിച്ച് എത്ര കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ പള്ളിയിലേക്ക് ഫജറിന് വേണ്ടിയിട്ട് ഇല്ലേ? ആരോഗ്യങ്ങളൊക്കെ എന്തിനാ നമ്മൾ ചെലവഴിച്ചത്? ഒക്കെ കഴിഞ്ഞിട്ടാണോ നമുക്ക് ചിന്തിക്കാൻ? അതുകൊണ്ട് നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഒഴിവ് സമയങ്ങളെ നമ്മൾ അള്ളാഹിനോട് ഒഴിവ് സമയം ചോദിച്ച ഒരു പക്ഷെ തിന്മയിൽ നമ്മൾ വീണിട്ടുള്ളത് ഒഴിവ് സമയം കൊണ്ടായിരിക്കും. മൊബൈലിൻ്റെ റീൽസ് ഇല്ലേ, 30 സെക്കൻഡ് 58 സെക്കൻഡ്. മുമ്പൊക്കെ പഴയ ആൾക്കാർക്കുള്ള പ്രശ്നം 2.5 മണിക്കൂറിൻ്റെ ഫിലിമായിരുന്നു. പഴയ ജാഹിലിയത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ സിനിമക്ക് പോയ മക്കളെ തല്ലും. പെരുന്നാളിൻ്റെ അന്ന് വാപ്പ മക്കൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കും. അന്ന് മാത്രം ഇളവാണ്, എക്സ്ക്യൂസ് കൊടുക്കാൻ അല്ലേ? നമുക്ക് ഒരു കാലച്ചും വേണ്ട. പക്ഷെ ആ 2.5 മണിക്കൂറിനേക്കാളും ഡേഞ്ചറാണ് റീലുകൾ. തോണ്ടി എത്ര ആയുസ്സിൻ്റെ സമയങ്ങളെ നമ്മൾ നശിപ്പിച്ചേ. ഒഴിവ് സമയങ്ങൾ ഉണ്ടായപ്പോഴാണ് തിന്മയിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, എവിടെ അലം നശ്റഹ് ലക സദ്റക്, താങ്കൾക്ക് അല്ലാഹു തആല ഹൃദയവിശാല തന്നില്ല പറഞ്ഞ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ സൂറത്ത് ഇറക്കിയിട്ട് അല്ലാഹ് പറയെ കയറ്റത്തിൻ്റെ കൂടെ ഇറക്കണ്ട്. പക്ഷെ എന്ത് വേണം? ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യച്ചൊന്ന് വിരമിച്ചാൽ അടുത്തയിലേക്ക് മുഴുകലാണ്. നമുക്ക് സത്യത്തിൽ ഒഴിവ് സമയമില്ലല്ലോ, അവസാനം വരെ നമുക്ക് അധ്വാനിക്കാൻ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ എന്താ അതിൻ്റെ അർത്ഥം? മുസ്ലിമിനില്ലാതെ കുടുംബത്തിൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി നമ്മൾ നല്ല നിയ്യത്തുണ്ടോ? മുത്തനബി പഠിപ്പിച്ച ദീനാൻ അനുസരിക്കലാണ്, പ്രതിഫലാണ് അല്ലേ? നമ്മൾ ഉമ്മമാർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തു, ഭർത്താവ് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, മക്കളെ ഒന്ന് താരാട്ടുപാടി കൊഞ്ചിച്ചു, ഒക്കെ ഇസ്ലാമിൽ പുണ്യല്ലേ? ശാരീരിക ബന്ധത്തിന് വരെ പുണ്യം പഠിപ്പിച്ചൊരു മതം. നമുക്ക് എവിടെയാ കുറവുള്ളത് പ്രിയമുള്ളവരെ? എല്ലാം വേണം. അതൊക്കെ അതുകൊണ്ട് നമുക്കൊരു വിശ്രമമില്ലല്ലോ. ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യത്തെന്ന് വിരമിച്ചടുത്തയിൽ മുഴുകാൻ. പക്ഷേ ഒഴിവ് സമയങ്ങൾ ഹറാമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ കോടതിയിൽ എങ്ങനെ അള്ളാഹ് ചോദിക്കും? സമ്പത്തില്ലേ? മിൻ അയ്ന ഇക്തസബാ, എവിടെ നിന്നാ നിന്റെ സമ്പാദ്യങ്ങൾ കടന്നു വന്നതെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഹലാലാണോ അതല്ല ഹറാമാണോ? എവിടെ നിന്നാ സമ്പാദ്യങ്ങൾ? മിൻ അയ്ന ഇക്തസബാ, എവിടെ നിന്നാ സമ്പാദിച്ചിട്ടില്ലേ? നമുക്ക് പറയാൻ പറ്റണ്ടേ? അഞ്ചാമതായി പറഞ്ഞു വഫീമ അഫ്നാ, എന്തിനാണതിന് ചെലവഴിച്ചത് എന്ന് അള്ളാഹിനോട് കണക്ക് പറയണമെന്നാണ്. നമ്മളൊക്കെ പറയുന്നത് അറിയാം, എൻ്റെ പൈസയാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെലവാക്കും. അത് ദുനിയാവിൽ പറയാൻ പറ്റും. അള്ളാഹിനോട് കണക്ക് പറയണം. 1 രൂപയുടെ നാണയത്തൊട്ട് ഹറാമായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറയാതെ പോവില്ല. ഇല്ല സഹോദരിമാരില്ല ഇവിടെ ഉണ്ടോ? എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അല്ല ഇത് പറയാൻ എന്താ അറിയോ? ഞാൻ പറയാൻ കാരണം നമ്മളൊക്കെ ചിന്തിക്കാൻ, അത് ആണുങ്ങൾ കണക്ക് പറഞ്ഞാൽ മതിയാവുന്നതാണ്. എൻ്റെ ഭർത്താവും ഗൾഫുകാരനാന്ന് കരുതി അയച്ചു കൊടുക്കുന്ന പണം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളില്ലേ, ആലോചിക്കണം. 8 മണിക്കൂറും 14 മണിക്കൂറും, ചില സൂപ്പർ മാർക്കറ്റിൻ്റെ സെയിൽസിലെ വർക്ക് ചെയ്യുന്നവർ 16 മണിക്കൂർ വരെ പെടാപ്പാട് പെട്ട് അധ്വാനിക്കുന്ന പണം, ഭക്ഷണങ്ങൾ പോലും സ്കിപ്പ് ചെയ്ത് രാവിലെ ഉറക്കം മതിയാവാതെ ഷവറിന്റെ ചോട്ടിലല്ല
ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ തലക്ക് മേലൊഴിച്ച് കുടുംബത്തിന് എന്ന് പറഞ്ഞ് അധ്വാനിച്ച് അയച്ചു കൊടുക്കുന്ന പണം 1 രൂപയുടെ നാണയത്തൊട്ട് ഹറാമായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരിമാരെയും അല്ല പിടിച്ചു വെക്കും. എന്തിനാ അത് ചെലവഴിച്ചത്? അള്ളാഹിനോട് കണക്ക് പറഞ്ഞിട്ടല്ലാതെ, അള്ളാഹുവിനോട് കണക്ക് പറഞ്ഞിട്ടല്ലാതെ പല ന്യായീകരണങ്ങളുടെ പേര് പറഞ്ഞ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോ അത് ആരോഗ്യത്തിനാണ്, ഹെൽത്തിനാണ് അല്ലേ? ലിപ്സ്റ്റിക് ഉപയോഗിക്കണം മക്കളോട് ചോദിച്ചാൽ പറയാതെ ലിപ്പാമാണ്, ചുണ്ട് വിണ്ട് കീറാതിരിക്കാനാണ്. പല ന്യായീകരണം പറയും നമ്മൾ. അതിനെ കൊണ്ടുവരും. 1 രൂപ അധികമൊന്നും പറയണില്ല. വഫീബ അഫ്ന, എന്തിനാ ചെലവഴിച്ചെന്ന് കണക്ക് പറയണം. അള്ളാഹിനോട് എന്താ പറയാൻ പറ്റുക? വിചാരണകൾ നിസ്സാരല്ല. ഇനി ഏതെങ്കിലും രൂപത്തിലെ ഒഴികഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല, ഇല്ല. കരഞ്ഞു നോക്കും. ആദ്യമേ അപകടങ്ങൾ മണക്കും വിചാരണയിലേക്ക് വരുന്നതിനും. കാരണം സ്വർഗം നരകമൊക്കെ അവസാനാണെങ്കിലും മരണം മുതൽ അറിയും നമ്മള് സ്വർഗാണോ നരകാണോ എന്നല്ലേ. റൂഹ് പിടിക്കും പറയും, മയ്യത്ത് കൊണ്ടുപോകും പറയും, ഖബറിലൂടെ വെച്ചാൽ അറിയും, വിചാരണയുടെ വേളയിൽ അറിയും, അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അറിയും. ആ സമയത്ത് പാപം ചെയ്ത ആളുകളുടെ ഇടത് കൈയിലൂടെ, തിന്മകൾ കൂടുതലുള്ള ആളുകളുടെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം കൊടുക്കുമ്പോ കരഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ലമ്മൂത്ത കിതാബിയാ. എനിക്കത് കിട്ടാതിരുന്നെങ്കില്, എനിക്കതൊന്ന് കിട്ടാതിരുന്നെങ്കില്. ആ നേരത്തെ പറച്ചതുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇപ്പൊ തീരുമാനിക്കാം, ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള പഴുതുണ്ടോ? എല്ലാ തിന്മകളും അവിടെ വരും. ആരാരും അറിയാം. നമ്മളൊക്കെ പലപ്പോഴും തെറ്റ് ചെയ്യപ്പെടാൻ ആളുകളുടെ മുമ്പിൽ ആരും നമ്മളെ കാണില്ല, ആരും നമ്മൾ അറിയില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വിചാരണക്ക് വരുന്ന ആദ്യത്തെ സാക്ഷി ആരാന്നറിയോ? അള്ളാഹ്ക്ക് ഒരു സാക്ഷി വിസ്താരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അറിയണം, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അള്ളാഹു എല്ലാം ഉറ്റുനോക്കുന്നവനാണ്, അള്ളാഹു എല്ലാം വീക്ഷിക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. മാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ ലിയഅലമഹാ. ആ റബ്ബറിയാതെ മരത്തിൻ്റെ ഒരു ഇല പോലും പൊഴിയണില്ല, ഒരൊറ്റ ഇല പോലും പൊഴിയണില്ല. ലോകത്ത് ശതകോടി വൃക്ഷങ്ങളുണ്ടോ? അതിനെത്രയെങ്ങാനും ബ്രാഞ്ചുകളുണ്ടോ, ശിഖരങ്ങളുണ്ടോ? എത്രയാണ് അതിൻ്റെ ഇലകളെങ്കിൽ അതിൻ്റെ ഓരോ ഇലകൾ പൊഴിയുന്ന ഓരോ സ്പന്ദനങ്ങളും അറിയുന്നവൻ അല്ലാഹ്, അറിയുന്നവൻ അല്ലാഹ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മളുടെ മനസ്സിൽ നമ്മൾ മറച്ചു വെക്കുന്നത് കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ആരറിഞ്ഞിട്ടുണ്ട്? പടച്ചോൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു മുഹീത്താണ്, അള്ളാഹു നമ്മളെ വലയം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഹഫീലാണ്, അള്ളാഹു നമ്മുടെ മേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് റബ്ബറിയാതെ, അല്ല കാണാതെ, നിങ്ങളാലോചിച്ചൊക്കെ ഈ ബോധം നമ്മുടെ മക്കളിലും കൊടുത്താലേ അവരും നന്നാവൂലേ. ഇന്ന് ചില പേരൻസൊക്കെ പറയും ബാംഗ്ലൂർക്കൊക്കെ മക്കളെ പഠിക്കാൻ വിടാൻ. ഞാൻ ഇപ്പോൾ മൈസൂരിൽ നിന്ന് വരുന്നത്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ രാവിലെ മഞ്ചേരി എത്തിയിട്ട് വരാൻ. ബാംഗ്ലൂരിൽ നമുക്ക് ഒരുപാട് സെൻറ്ററുകൾ, ഒരുപാട് മക്കളുണ്ട്, പല മേഖലയിൽ പഠിക്കുന്നവർ. അവിടെ ഹദീസിൽ പഠിക്കുന്നവർ മാത്രമല്ല, നമുക്ക് വിചാരിക്കും അവരാണ്. അവരുടെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ ദീന് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് അവിടെ. നമ്മളൊക്കെ പറയും മക്കൾ കേടുവരുന്നാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അവിടെ പ്രവർത്തകനാണ് ഹാരിസ്ക. അള്ളാഹു ആഫിയത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. അദ്ദേഹം പറയാണ്, ഞാൻ മക്കളെ നാട്ടിലേക്ക് വിടാൻ പേടിയാണ്, ഇവിടെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കണം. നമ്മൾ വിചാരിക്കണതൊന്നല്ല, നമുക്ക തകരാറ്. ബാംഗ്ലൂരിനൊരു തകരാറുമില്ല, നമുക്ക തകരാറ്. എന്താണെന്നറിയാം? എൻ്റെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ വാപ്പാനെ പേടിച്ച് മക്കൾ തെറ്റ് ചെയ്യാതിരിക്കും, ഉമ്മാനെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കും. നമ്മൾ ആ ബോധ്യമാണ്. വാപ്പ വരുന്നുണ്ട്, ഉമ്മ വരുന്നുണ്ട്, വാപ്പ അടിക്കും, ഉമ്മ തല്ലും. ചെറുപ്പത്തിലൊക്കെ വാപ്പാൻ്റെ കൺട്രോളിൽ വരുന്നത്. പക്ഷെ അവരോട് നമ്മൾ ചെറുപ്പം മുതൽ ആദ്യത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൽ മാരിഫത്തുള്ളതാണ്, അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. അള്ളാഹ് കാണുന്നുണ്ട്. അപ്പോൾ അവരല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കും, അവരല്ലാഹ്ക്ക് വേണ്ടി തെറ്റിന്ന് മാറിക്കും. വാപ്പാക്ക് വേണ്ടി തെറ്റിന്ന് മാറുന്നോ, വാപ്പ ഇല്ലാത്ത അവസ്ഥ വന്നാൽ, വാപ്പാൻ്റെ കൺട്രോളില്ലാതെ വന്നാൽ തെറ്റ് ചെയ്യും. അല്ലാഹ്ക്ക് വേണ്ടി തെറ്റിന്ന് മാറിക്കണ മക്കളാണോ, അവരെവിടെയും പതറില്ല കേട്ടോ, ഒരു തിന്മയിൽ അവർ പതറില്ല. അതുകൊണ്ട് ആ രൂപത്തിലൂടെ മക്കളെ കൊണ്ട് അള്ളാഹ് സാക്ഷിയാണ്.
രണ്ടാമതൊരു സാക്ഷിയുണ്ട്, അള്ളാഹന്റെ നബിമാരാണ്. അള്ളാഹന്റെ നബിമാര് സാക്ഷികളായി കടന്നവരാണ്. നമ്മൾ പറയും എനിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഹദീസ് അയാൾ പറഞ്ഞ കാര്യം ഇയാൾ പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ എന്താ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? ഞങ്ങൾ സാധാരണക്കാരല്ലേ? അള്ളാഹന്റെ നബിമാര് സാക്ഷികളായി കടന്നു വരുമെന്നാണ് നേരത്തെ ഓതിയ ആയത്തിൽ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത്, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ, നബിയേ അങ്ങയുടെ ഉമ്മത്തിൻ്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് റബ്ബ് ചോദിച്ചില്ലയോ? പ്രിയമുള്ളവരെ, നബിമാര് പറയുമല്ല, ഞങ്ങളുടെ ദൗത്യങ്ങളെ ഞങ്ങൾ നിർവഹിച്ചവരാണ്, അവരോട് നിന്റെ ഖുർആൻ ഓതിക്കൊടുത്തവരാണ്, നിന്റെ വഹി എത്തിച്ചു കൊടുത്തവരാണ്, നിന്റെ മതം ഞാൻ പൂർത്തീകരിച്ച് നൽകിയതാണ്. ഇല്ലെന്ന് പറയാൻ പറ്റോ? അറഫയുടെ മൈതാനിയിൽ അന്ന് അൽയൗമ അക്മൽതു ലക്കും എന്ന ഇസ്ലാം പൂർത്തീകരിച്ച ആയത്തിറങ്ങിയ അന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഷഹദ്, നീ സാക്ഷിയാണല്ലോ, ഞാൻ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ അടുക്ക് ഒരു കാരണം പറഞ്ഞ വിചാരണ വേളയിൽ രക്ഷപ്പെടാൻ പറ്റൂല. നബിമാര് സാക്ഷികളാൻ ഞങ്ങൾ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടല്ല. ഉണ്ട്. നമ്മൾ സാധാരണ മക്കളെ പറ്റി പറയൂലേ, പരീക്ഷയ്ക്ക് മാർക്കൊന്നുമില്ല, കുട്ടികൾ എപ്പോഴും പറയാൻ തരും സാറൊന്നും പഠിപ്പിച്ചില്ല എന്ന് പറയാം. രണ്ട് നിലപാടുണ്ട് മക്കളുടെ, അത് രക്ഷിതാക്കൾ അറിയണം. മാർക്ക് പഠിച്ച പറയും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കിയത്, മാർക്കില്ലെങ്കിൽ പറയും സാറൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും, അല്ലേ? അവർക്കൊരു പ്രായത്തിൻ്റെ ചാബല്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുന്നതാണ് അധ്യാപകനൊന്നും പഠിപ്പിച്ചിട്ടില്ല. അയാൾ പറയാണ് ഞാൻ അത് ഇന്നെൻ്റെ ചാപ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്, ഇത് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ദുനിയാവിൻ്റെ കാര്യമെന്ന് വിചാരിക്കാം, ആഖിറത്തിൽ വന്നാലോ? അള്ളാൻ്റെ നബിമാർ പറയും ഒന്നും സ്വർഗത്തേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ഒന്നും വിട്ടേച്ച് പോയിട്ടില്ല. മൂന്നാമതൊരു സാക്ഷി ഉണ്ടാരെന്നറിയോ? അള്ളാൻ്റെ മലക്കുകളാണ്. 50-ാമത്തെയും സൂറത്ത് ഖാഫ് 18-ാമത്തെ ആയത്താൻ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും ഇല്ലാതെ ഒന്നും കടന്നു പോണില്ല. റഖീബും അതീദും ഇല്ലാതെ ഒന്നും അവര് സംസാരിക്കുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞു, എന്ത് സംസാരിച്ചോ? ഇവിടെ ദുനിയാവിലൊക്കെ ഇങ്ങനെ പറയാം, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത ആൾ പ്രൂഫ് കൊണ്ട് പറഞ്ഞതിൻ്റെ വീഡിയോ താൻ നമ്മളെ ക്ലിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കലില്ലേ, ഒക്കെ ദുനിയാവിൽ നടക്കും. പക്ഷെ അള്ളാൻ്റെ കോടതിയിലെ മുഴുവൻ റിക്കാർഡാൻ, മുഴുവൻ രേഖപ്പെടുത്തി വെച്ചേക്കാൻ ഈ റമദാൻ അതിനുള്ള പരിശീലനം നമുക്ക് തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിയേ, കളവില്ല, ഏഷണില്ല, പരദൂഷണില്ല, ചതിയില്ല. ഇങ്ങോട്ടോ ചീത്ത വിളിച്ചവനോട് പോലും ക്ഷമയുടെ നെല്ലിപ്പടി കാണേണ്ടി വന്നപ്പോൾ ഞാനൊരു നോമ്പുകാരനാന്ന് പറഞ്ഞ് ശീലിക്കാൻ പഠിപ്പിച്ചതാണ് നമ്മളോട്. അങ്ങനെ ശീലിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. എങ്ങനെയാ പ്രിയമുള്ളവരെ ഒരു തിന്മയിലേക്ക് പോകാൻ? ഇതാണ് തഖ്വ. നോമ്പിൻ്റെ ലക്ഷ്യം അവിടെയാണ്. അതിക്ക് നമ്മൾ കിട്ടിയിട്ട് നോക്കേ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, ഉബയ്യെ മച്ചഖ്വ, എന്തിനാ തഖ്വ എന്ന് പറയുന്നത്? അമീറൽ മുഅ്മിനീൻ അമാ സലക്ത ത്വരീഖൻ ഫീഹി ഷൗഖ്, മുള്ളുള്ള വഴിക്കൂടെ അങ്ങ് നടന്നു പോയിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. മാദാ ഫഅൽത്, താങ്കൾ എന്താ ചെയ്യാറുള്ളത്? ഉശമ്മിസു അൻസാഖി, എൻ്റെ മുണ്ട് ഞാനിങ്ങനെ കയറ്റി പിടിക്കും. വഅൻദുറു ഇലാ ഖദമി, എൻ്റെ കാലിലേക്ക് ഞാനിങ്ങനെ നോക്കും. ഓരോ മുള്ളും എൻ്റെ കാലിൽ തറക്കുമോ എന്ന പേടി കാരണം സൂക്ഷ്മതയിലാണ് ഞാൻ നടക്കാറുള്ളതെന്നാണ്. നാട് മൊത്തം തിന്മയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കാതെ സൂക്ഷിച്ച് നടക്കാൻ. കണ്ടോ, അന്യൻ്റെ മുതലിനോട് ആഗ്രഹം വേണ്ട. അതിനാണ് നോമ്പ് നമ്മൾ ഭക്ഷണം മാറ്റി വെച്ച്, ഭക്ഷണം മാറ്റി, വെള്ളം മാറ്റി. നമ്മളെന്താ തിന്നാത്തെ, നമ്മളെന്താ കുടിക്കാത്തെ? നമ്മുടെ വീട്ടിൽ ഫുഡില്ലേ? ഞാനിങ്ങോട്ട് യാത്ര വന്ന യാത്രയിൽ എൻ്റെ കാറിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, അല്ലേ? നമ്മളാലോചിച്ചൊക്കെ, നമ്മളെല്ലാവരുടെ വീട്ടിലും അത്താഴത്തിൻ്റെ ബാക്കിയുണ്ട്, നോമ്പ് തുറന്നതിൻ്റെ ബാക്കിയുണ്ട്, അല്ലാതെ പാചകം ചെയ്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഇരിക്കുന്നുണ്ട്, ഇല്ലേ? എന്ത് നമ്മളാരും കഴിക്കാതിരുന്നേ? കുട്ടിക്കാലത്ത് പലരും എന്ത് ചെയ്യും? വെള്ളം കുടിക്കും, മുഖം കഴുകി വെള്ളം കുടിക്കുക, ഓതോർത്ത് വെള്ളം കുടിക്കുക, വായു പിടിച്ച് വെള്ളം കുടിക്കുക. ചെറിയ മക്കളെ അത് ഉണ്ടാവും. 7 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിട്ടൊഴിവൊക്കെ നോക്കിയാണ്. 10 വയസ്സ് മുതൽ സ്ട്രിക്റ്റായിട്ട് എന്ത് ചെയ്യണം, പിടിച്ചേ പറ്റുള്ളൂ. അതിൽ നമ്മൾ അര നോമ്പും 3/4 നോമ്പൊക്കെ അലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ 10 വയസ്സ് മുതൽ മക്കളെ കഠിനമായൊരു നിയന്ത്രണത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം.
അല്ലേ? ഈ ദാഹം പട്ടിണിയൊക്കെ സഹിച്ച് എന്തിനാ? ഉണ്ടായിട്ട് പോലും തിന്നാതിരുന്ന എന്തിനാ? നമ്മളുടെ ഭക്ഷണം തിന്നാതെ ഒരു മാസം ശീലിച്ച നമ്മളെങ്ങനെയാണ് റമദാൻ കഴിഞ്ഞ മറ്റൊരാളുടെ മുതൽ അത്യാഗ്രഹം ഉണ്ടാവുക? ലഅല്ലക്കും തത്തഖൂൻ. കണ്ടില്ലേ? അതുപോലെ തന്നെ സ്വന്തം ഇണയോട് താല്പര്യം തോന്നിയാലും വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞു. അതിനെ ലംഘിച്ചാൽ പ്രായച്ചിത്തമായി 60 ദിവസം നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞു. ഒരു നോമ്പെടുത്ത് വിട്ടാൽ പറ്റൂല. 56 നോമ്പ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വിട്ടുപോയാൽ പണിഷ്മെൻറ്റാണ്. ആദിക്കുന്ന വീണ്ടും തുടങ്ങുകയാണ്. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യാൻ. എന്തിനാണ് ഇങ്ങനെ ശീലിച്ച മനുഷ്യൻ എങ്ങനെ റമദാൻ കഴിഞ്ഞ ദിന പോലുള്ള വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ ആ മനുഷ്യനെ കാണാം? ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നിസ്സാരെന്ന് കരുതിയത്, നിസ്സാരെന്ന് പറഞ്ഞത് അവിടെ കൊണ്ടുവരികയാണ്. അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങളിതൊക്കെ മലക്കുകളൊക്കെ രേഖപ്പെടുത്താൻ ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അത് നാട്ടിൻപുറത്ത് നിസ്സാരല്ല. ഞാനൊക്കെ ഫസ്റ്റ് PSC കിട്ടിയിട്ട് കൊല്ലത്ത് പോയ സമയത്ത് ആദ്യത്തെ PSCയിൽ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ അസഭ്യമായിട്ട് ഉപയോഗിക്കുന്ന പദം അവിടെ കൂളായിട്ട് സ്കൂൾ മക്കളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം കേൾക്കുമ്പോഴൊരു തരിപ്പുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ അവിടുത്തെ അധ്യാപകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ നോർമലി ആളുകൾ പറയുന്ന വാക്കാണ്, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മളിവിടെ നോർമലി പറയുന്നത് അവിടെ സീരിയസ് ആയൊരു പദം ഉണ്ട്. ഏതാണെന്ന് പറയാനൊന്നും ഞാൻ നിൽക്കണില്ല. പക്ഷേ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെട്ട് പറയാം. ഒക്കെ അള്ളാൻ്റെ അടുക്ക പ്രശ്നമാണ്. നമ്മളിത് ആലോചിക്കണത് ആര് ലൈസൻസ് തന്നോന്നാണ്. എൻ്റെ നാട്ടിൽ പ്രശ്നമല്ല, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമല്ല, എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കണം, അതൊന്നുമില്ല. അള്ള ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചോ, നോമ്പതിൻ്റെ വഴിക്ക് പോയി. അള്ളാൻ്റെ അടുക്കൽ എന്തിനാ നിന്റെ ഈ പദം ഉപയോഗിച്ചത്? എഴുതപ്പെട്ട് കഴിഞ്ഞു. ചോദിക്കുമല്ല, വിട്ടുപോകില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷികളാണ്. എവിടെയാ രക്ഷപ്പെടാൻ പഴുത്? നാലാമതായി സാക്ഷിയുടെ ഗ്രന്ഥങ്ങളാണ്. 18-ാം അധ്യായം 46-ാമത്തെ ആയത്ത് രേഖ സാക്ഷിയായിട്ട് കൊണ്ടുവരാ. മാലിഹാദൽ കിതാബ് ലാ യുആദിറു സഈറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണല്ലോ, ചെറുതും വലുതുമായിട്ടൊന്നുമേ നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ റബ്ബേ. നിസ്സാരമെന്ന് കരുതിയത്, സാരമില്ല എന്ന് കരുതിയത്, ചെറുതല്ലേ എന്ന് കരുതിയത്, അത് മുഴുവനും അവിടെ രേഖയാണ്, മുഴുവനും അവിടെ രേഖയാണ്. നമുക്കൊക്കെ ഉള്ള തകരാറതാണ്. അതൊക്കെ സാരമില്ല, നിസ്സാരല്ലേ. ഇയാക്കും അൽ മുഹ്തഖിറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് ഗൗരവത്തോടുകൂടെ കാണണമെന്നാണ് ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. നമുക്കൊരു നിലക്കും ഒഴിഞ്ഞു മാറാൻ പറ്റൂല. 5-മതൊരു സാക്ഷിയാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയ പാപത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് വറക്കും. അതേതാണെന്നറിയോ? ഈ ശരീരം നമുക്കെതിരെ സാക്ഷി പറയുന്ന നിസ്സാരമായ കാര്യമാണോ? ശരീരം നമുക്കെതിരെ സാക്ഷി പറയുന്ന اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ അല്ലാഹ് പറയാണ്, അന്നവരുടെ വായകൾ സീല് വെക്കുകയാണ്. കൈകളാണ് അല്ലാഹുവോട് സംസാരിക്കുന്നത്, കാലുകളാണ് സാക്ഷി പറയുന്നതെന്നാണ്. ഒഴികഴിവുകൾ പറയാൻ, ന്യായീകരണങ്ങൾ പറയാൻ ഒന്നും പറ്റൂല. ആർക്കൊന്നും പറയാൻ പറ്റൂല, ഒന്നും ന്യായീകരിക്കാൻ പറ്റൂല. പക്ഷേ കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ഒരു പടി കൂടെ കടന്നിട്ടല്ല സൂറത്ത് ഫുസ്സിലത്തിലെ 20, 21, 22 ഒരു പടി കൂടെ പറഞ്ഞ വാക്കെന്നറിയോ? അള്ളാഹിനോട് സാക്ഷി പറയുന്നത് സംഉഹും അബ്സാറുഹും വജുലൂദുഹും, അവരുടെ കേൾവികളാണ്, അവരുടെ കാഴ്ചകളാണ്, അവരുടെ തൊലികൾ പോലും അല്ലാഹുവോട് സാക്ഷി പറയുകയാണ്. ആരാരും അറിയാതെ നിശയുടെ നിശബ്ദതയിലൂടെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കണ്ടുപോയതല്ലാ. സ്വന്തത്തിനെതിരെ സാക്ഷി പറയാൻ വെല്ലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ കേട്ടുപോയ ഹറാമുകളോട് അവന്റെ കാത് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലാ. എന്നെ കൊണ്ടാ കേട്ടുപോയത്.
സംസാരിക്കാൻ പാടില്ലാത്തവരോട് സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരും നമ്മൾ മാത്രം അറിഞ്ഞ സ്വകാര്യതയാണെങ്കിലേ കാത് പറയും അല്ലാഹുവിനോട്, അല്ലാഹുവേ എന്നെക്കൊണ്ടാണ് ഇവൻ കേട്ടുപോയത്. ഞാനത് പറഞ്ഞത് ഗൗരവമുള്ളതുകൊണ്ട് തന്നെ, കാരണം ഇതൊന്നൊക്കെ സമൂഹത്തിലൊരു പ്രശ്നമില്ലാതായി മാറി. അന്യ സ്ത്രീയുടെ സ്വരം ഔറത്താണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള മറുപടി ഔറത്തല്ല എന്നാണ്. ഔറത്തല്ല, ഒരു പെണ്ണിനാണിനോട് സംസാരിക്കാം. പക്ഷേ സംസാരത്തിൻ്റെ ശൈലി മാറിയാൽ അത് ഔറത്താവുന്ന മേഖലയുണ്ട്. ഭർത്താവിനോടല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ശൈലികളുണ്ട്. നമ്മളിത് ആലോചിക്കേണ്ടത് വിവാഹം കഴിഞ്ഞവരാണെങ്കിലും വിവാഹം ഉറപ്പിച്ചവരാണെങ്കിലും. വിവാഹം ഉറപ്പിച്ചവർ സംസാരിക്കുന്നവർക്ക് അല്ലാഹ് ഹലാലാക്കിയിട്ടില്ല. വിവാഹം കഴിഞ്ഞവർ മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ എത്ര എത്ര ദീനിൻ്റെ വക്താക്കളാന്ന് പറയണവരും സമൂഹത്തിലെ നല്ല മുഖച്ഛായുള്ളവരും മോട്ടിവേഷന് വേണ്ടി നടക്കണവരും ഒക്കെ ഉണ്ട്. അവരുടെ പിന്നാമ്പുറങ്ങളിലെ മുഖമൂടികൾ താഴെ വീഴുമ്പോൾ ദുനിയാവിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അല്ലാഹുവിൻ്റെ കോടതിയില്ലേ കാത് പറയുന്നുണ്ടല്ലാ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലാ. അവന്റെ തൊലികൾ പറയുന്നുണ്ട് എന്നെ കൊണ്ടാണ് തൊട്ടുപോയത്. അന്യ സ്ത്രീയെ അന്യ പുരുഷനെ തെറ്റായ രീതിയിലൂടെ തൊടുന്നതിനേക്കാളും നല്ലത് അവന്റെ മൂർധാവിലൂടെ ആണി അടിച്ചിറക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി ഉദ്ധരിച്ച സുനനിലൂടെ കാണാം. മൂർധാവിലൂടെ ആണി അടിച്ചിറക്കലാണ്. പ്രിയമുള്ളവരെ, തൊലികൾ പറയും എന്നെ കൊണ്ടാണ് തൊട്ടുപോയത്. അവസാനം ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിതും അലൈനാ, അവൻ തന്റെ തൊലികളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്, എന്തിനാണ്? കാരണം ആ രംഗം നിസ്സാരമില്ല. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യന് അല്ലാഹു വിരൂപിയായിട്ടാണ് നരകത്തിലേക്ക് എറിയുന്നത്. അവന്റെ പല്ലിന്റെ മോണക്ക ഉഹുദ് പോലെയാണ്. 2 കിലോമീറ്റർ ഉയരവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഉഹുദിന്റെ ജബലെടുക്ക് പോലെയാണ് പല്ലിന്റെ മോണയെങ്കിൽ ഇരിക്കുന്ന സ്ഥലം ബൈന മക്ക വൽ മദീന, മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണെങ്കിൽ 2 ഷോൾഡറുകളുടെ ദൂരമെന്ന് പറയുന്നത് മസീറത സലാസത അയ്യാം, 3 ദിവസത്തിന്റെ സഞ്ചാര ദൂരമാണ്. അതിനും മേലെയാണ് അവരുടെ തൊലികള്. നരകത്തിലെറിയുന്ന മനുഷ്യന്റെ സ്കിന്ന് 42 മുഴമാണ്. 42 മുഴമാണ്. എന്തിനാന്നറിയോ? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെ വേദന അറിയുന്നത് ഏത് മുഖാന്തരാണ്? ത്വക്ക് മുഖാന്തരാണ്. ഏറ്റവും വലിയ അവയവമായ ത്വക്ക് മുഖാന്തരം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ ഉറുമ്പ് കടിക്കണ വേദനയുള്ളൂ. ആദ്യത്തെ വേദന കഴിഞ്ഞാൽ ആ മാംസം ഭേദിക്കുന്നൊരു വേദന സ്കിന്നിനാണ്, അല്ലേ? പക്ഷെ അല്ലാഹ് പറയാം 42 മുഴമായി ഈ തൊലിയെ മാറ്റും. എന്നിട്ടോ അത് നരകത്തിലൂടെ പഴുപ്പിക്കുമ്പോ കുല്ലമാ നദിദത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത് പാകമാകുമ്പോ അല്ലാഹു തൊലികളെ മാറ്റി കൊടുക്കുകയാണ്. അഥവാ ഒരു ശമനമില്ല, ഒരു സാന്ത്വനമില്ല, ഒരാശ്വാസമില്ല. നരകത്തിലൂടെ എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്, ലിമ ശഹിതും അലൈനാ, എന്തിനാ നമുക്കെതിരെ നീ സാക്ഷി പറഞ്ഞത്? ഖാലൂ അംതക കുല്ല ശൈ, എല്ലാ വസ്തുക്കളെ പറ്റിയും സംസാരിപ്പിച്ച റബ്ബാണ് എന്നെയും സംസാരിപ്പിച്ചത് എന്നാണ്. അല്ലാഹ് സംസാരിപ്പിച്ചതാണ്. കാരണം ഈ തൊലി തന്നെ അനുഭവിക്കേണ്ടി വരല്ലേ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ളൊരു പേടി. നിങ്ങളറിയോ, ഉമർ റളിയല്ലാഹു അൻഹുക്ക് അധികാരത്തെന്ന് വിട പറയുമ്പോൾ അദ്ദേഹം കുത്തുകൊണ്ട് കിടക്കുന്ന നേരത്തെ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുമ്പോൾ 6 പേരെ തിരഞ്ഞെടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. പക്ഷെ എൻ്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമറിന് നിങ്ങൾ ഖിലാഫത്ത് കൊടുക്കരുതെന്ന് 6 ആളിൽ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ. പക്ഷെ 6 ആളെ പറഞ്ഞിട്ട് പ്രത്യേകം അടിച്ചു പറഞ്ഞു, എൻ്റെ മകൻ ഒരിക്കലും കൊടുക്കരുതെന്ന്. നല്ല വാപ്പാരെ ആലോചിക്കുക, ഇറങ്ങുമ്പോഴത്തേന് മക്കളെ തിരികെ കയറ്റണം എന്നല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണ്? എൻ്റെ മോന് കൊടുക്കരുത്. കാരണം
ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾ കണക്ക് പറഞ്ഞാൽ മതി, ഒരാൾ കണക്ക് പറഞ്ഞാൽ മതി. അവരൊരു ഭയം കണ്ടില്ലേ? അതുകൊണ്ട് ആ ഒരു ഭയപ്പാടും ചിന്തകളൊക്കെ ഉണ്ടാവുക. അള്ളാഹു നമ്മളോട് എന്തിനെ പറ്റി ചോദിക്കുന്നുവോ നിങ്ങൾ ആലോചിച്ചൊക്കെ. ഖബറിലും ചോദ്യമുണ്ട്, പരലോകത്തും ചോദ്യമുണ്ട്. ഇങ്ങനത്തെ ഒരു എക്സാം ലോകത്ത് വേറുണ്ടോ? ക്വസ്റ്റ്യൻ നേരത്തെ ഔട്ട് ചെയ്ത് തന്നിട്ടില്ലേ? ഖബറിൽ ഇന്നതാ ചോദിക്കുക, പരലോകത്ത് ഇന്ന കാര്യങ്ങളാണ് ചോദിക്കപ്പെടുക. അത് കൃത്യമാക്കി കടന്നു ചെല്ലുന്നതിന് പകരം അശ്രദ്ധയിലൂടെ നമ്മൾ ജീവിക്കല്ലേ. ആദ്യമായി കടന്നു വരുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ഇബാദത്തുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതേതാണെന്നറിയോ? നിസ്കാരം. അവലുമായി അള്ളാഹു ആദ്യം ഹിസാബ് നടത്ത നിസ്കാരം. റസൂലുള്ള മരിക്കണ നേരച്ചു പോലും ഫാത്തിമ ഉണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുണ്ട്, പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്, അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുണ്ട്. അവസാനമായി ഞങ്ങളോട് വല്ല വസിയത്തും നൽകുമോ എന്നറിയാൻ പ്രവാചകനിലേക്ക് കാതോർത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂല് ഫാത്തിമ, ഹസനെ ഹുസൈനെ, എൻ്റെ ആയിഷ എന്ന് വിളിച്ചില്ല. മലപ്പുറത്തിന്റെ പള്ളിയിലിരിക്കുന്ന നമ്മെ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഉമ്മത്തി ഉമ്മത്തി അസ്വലാ അസ്വലാ. നിസ്കാരത്തിന്റെ കാര്യം ഏറെ ഗൗരവത്തോടുകൂടെ കാണണം കേട്ടോ. ഈ നിസ്കാരമാണ് അള്ളാഹു ആദ്യമായിട്ട് വിചാരണ ചെയ്യുക. ഒരാളെ രാജാവ് ജയിലിലിട്ടു വിചാരിക്കാം, 2 കൊല്ലം കഴിഞ്ഞ് തന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അതിനുത്തരം പറഞ്ഞ നിനക്ക് ഈ കൊട്ടാരത്തിൽ രാജകീയമായിട്ട് ജീവിക്കാം. ആൻസർ പറഞ്ഞില്ലേ, നിന്റെ വധശിക്ഷ ഞാൻ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ ആ സെല്ലിൽ കിടക്കണ കാലത്ത് ഇയാളുടെ ചിന്ത എന്തായിരിക്കും? ആ ചോദ്യം എന്തായിരിക്കുന്നാവും? അദ്ദേഹത്തിൻ്റെ സെല്ലിൽ ഒരു സഹതടവുകാരൻ വന്നിട്ട് പറയാണ്, ആ ക്വസ്റ്റ്യൻ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അയാളെ കാല് പിടിക്കൂലേ? എന്താന്ന് പറഞ്ഞുതരാൻ അല്ലേ? അള്ളാഹു ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞയച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു, തിരിച്ചു വന്നാൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് ആൻസർ പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും, ഇല്ലേ പരാജയം. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞു തരാൻ അള്ളാഹിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ആ റസൂൽ നമ്മളോട് പറഞ്ഞു, ഒന്ന് പ്രാവർത്തിക തലങ്ങളിലൂടെ കൊണ്ടുവന്നാൽ മതി. പ്രിയമുള്ളവരെ, ചില മേഖലയിലൂടെ മാത്രം കടന്നുപോയി എന്ന് മാത്രം. വിചാരണയ്ക്ക് വേണ്ടി പോകുമ്പോൾ സന്തോഷിക്കണം. നമുക്ക് പ്രതീക്ഷിക്കാത്തത് നമ്മളെന്താ പറയല്, ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ പറയും കാശ് കൊടുക്കാന്ന് പറയും, പൈസ ഇട്ടേക്കണം. ഇവിടെ പിന്നെ എന്താണ് കുറ്റി ഇട്ടേക്കും, വേറെന്തൊരു പാനി എന്നൊക്കെ പേരൊക്കെ പറയും അതിന് അല്ലേ. അതിൽ പൈസ ഇടണവന് ചിലപ്പോൾ കണക്കൊന്നും ഉണ്ടാവില്ല, കിട്ടണ ചില്ലറൊക്കെ കൊണ്ടുപോയിടും. അത് പൊട്ടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിലൊരു 2000 ഉണ്ടാവാം, 2500 ഉണ്ടാവാം, 3000 ഉണ്ടാവാം. പൊട്ടിച്ചെണ്ണിയൊക്കെ ഇപ്പോൾ ഒരു 15000 ഉണ്ടെങ്കിലോ അല്ലേ നമ്മൾ സന്തോഷിക്കൂല്ലേ? നേരെ മറിച്ച് വിചാരിച്ചൊന്നും അതിലില്ലെങ്കിലോ, വേറൊരുത്തം വന്നിട്ടൊക്കെ ചൂണ്ടിക്കൊണ്ടിട്ടുണ്ടെങ്കിലോ ഒന്നുമില്ല. നമ്മൾ ആലോചിക്കേണ്ട ഈ ഖബറിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ സന്തോഷിക്കണം. അതിനെണ്ണമറ്റത് കിട്ടാൻ അവസരങ്ങൾ ഉണ്ടാവണം. പാപങ്ങൾ ഒരിക്കലും തിന്മയുടെ മീസാനിൽ കനം കൂടി സ്വർഗപ്രവേശനത്തെ തടസ്സമുണ്ടാക്കരുത്, ഉണ്ടാക്കരുത്. അത് ഉണ്ടാവാം, നമ്മുടെ മനുഷ്യന്മാരല്ലേ. ഈ റമദാനോടെ തറാവീഹ് നോമ്പ് കൃത്യമാണോ? പാപല്ല പൊറിച്ചു തരാം. തറാവീഹ് കൃത്യമാണോ? പാപല്ല പൊറിച്ചു തരാം. ലൈലത്തുൽ ഖദറിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുമോ? അള്ളാഹു പാപങ്ങളെ പൊറിച്ചു തരാം. റമദാനിൻ്റെ ബറക്കത്തോടെ കണ്ടോ? അതിനിടയിൽ പാപങ്ങൾ പൊറിച്ചു തരാം. നന്മയുടെ ആധിക്യമുണ്ടോ? അതിനനുസരിച്ച് തിന്മകൾ മായ്ച്ചു തരാം. റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വമേധയാ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പുറത്തു തരാം. അതിലുപരി അവനോടൊന്ന് ചോദിക്കാനുള്ള മനസ്സുണ്ടോ? ചോദിക്കാനുള്ള മനസ്സുണ്ടോ? അള്ളാഹു ചാല പൊറിച്ചു തരാം. ഇങ്ങനൊക്കെ അവസരം തന്നിട്ടും യൻസിലു റബ്ബുനാ തബാരക വതആല ഇല സമാഇ ദുനിയ, ആകാശത്തിൻ്റെ അവസാന 1/3 നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയം അള്ളാഹു 1 ആകാശത്തിലേക്ക് ഇറങ്ങി വരാൻ. അതങ്ങനെ പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാണ്? മലപ്പുറം ജില്ലയിൽ നമുക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭൂമി മൊത്തം ഒരാളാണെങ്കിൽ അയാൾ എത്ര വലിയ പൈസക്കാരനല്ലേ, എത്ര വലിയ യജമാനല്ലേ. ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥനാരാ? അള്ളയാണ്. 13.5 ലക്ഷത്തിലധികം ഭൂമി വേണം സൂര്യൻ്റെ ഉള്ളിൽ കൊള്ളണമെങ്കിൽ. അതിൻ്റെ ഉടമസ്ഥനാരാ? അള്ളയാണ്. ആ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയിലെ ക്ഷീരപഥത്തിലെ ഒരു പൊട്ടുപോലെ കാണുന്ന ഒന്നാണ്. അതിനേക്കാളും വലിപ്പമുണ്ട് സ്റ്റാറിന്. 900 മനുഷ്യൻ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത് 900 കിലോമീറ്റർ വേഗതയിൽ 1100 വർഷം സഞ്ചരിക്കണം എന്നാണ്. അതിനപ്പുറം ഇല്ല എന്നല്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ശതകോടി നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി.
അങ്ങനെ എത്രങ്ങാനും ഗാലക്സികളാണ് ഒന്നാം ആകാശത്തിൽ. അതിൻ്റെ ഉടമസ്ഥൻ ആരാ? അല്ലാ. അതിനേക്കാളും വലുതാണ് 2, അതിനേക്കാളും വലുതാണ് 3. ഏറ്റവും വലിയ 7 ആകാശത്തിനും മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാ അത്താഴത്തിന്റെ സമയങ്ങളില് മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരനായ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് എളുപ്പത്തിൽ ഉത്തരം നൽകാൻ അള്ളാഹു നമ്മിലേക്ക് ഇറങ്ങി വരുന്ന സമയം ആരുണ്ടെന്നോട് ചോദിക്കാൻ അവൻ ഉത്തരം നൽകുക, ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ അവന് ഞാൻ പൊറുത്തു തരാ, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ അവന് ഞാൻ ഉത്തരം നൽകാം. നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ പരസ്പര ബന്ധമില്ല എന്ന് തോന്നുന്ന ഒരായത്ത്, എന്നെ കുറിച്ച് ചോദിച്ച ഞാൻ വളരെ അടുത്തുണ്ട് കേട്ടോ. നോമ്പിന്റെയും റമദാന്റെയും വിധിവിലക്കുകൾക്ക് ഇടയിലാണ്, ബന്ധമില്ല നമുക്ക് തോന്നല്ല, ഇഴുകിച്ചേർന്ന ആയത്ത്. അത് അള്ളാഹിനോട് ചോദിക്കാൻ അള്ളാഹ് വളരെ അടുത്തുണ്ട്. എങ്ങനെയെന്നറിയോ? ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിഷമം നിങ്ങളോട് പങ്കുവെക്കുന്നതിന് പരിമിതിയില്ലേ. ഞാൻ പള്ളി വന്ന് നിങ്ങളോട് സങ്കടം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കേട്ടുതരും. എന്നോട് പോകുമ്പോൾ പറയും സാരല്ല, എല്ലാം ശരിയാവും. ഒരു സമാധാനിപ്പിക്കലാണത്. നാളെ വന്ന് അതേ വിഷയം ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക? ഇതെൻ്റെ അല്ലേ ഇന്നലെ പറഞ്ഞേ. ഒന്നിൽ കൂടുതൽ കേൾക്കാൻ ഒരു മനുഷ്യനും കപ്പാസിറ്റി ഇല്ല. 3-ാമത്തെ ദിവസം അത് തന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഇയാൾക്ക് വേറൊന്നും പറയാല്ലേ. 4-ാമത്തെ ദിവസം അത് പറയാൻ വേണ്ടി ഞാൻ ഇതിൽ കൂടെ വരും, നിങ്ങൾ ഈ വാതിൽ കൂടെ ഇറങ്ങി മുങ്ങും. കാരണം എന്താ? ഇയാളത് പറയാനാ വരുന്നത് നമുക്ക് തോന്നും അല്ലേ? പക്ഷെ നമ്മുടെ അള്ളാഹിനെ പറ്റി നിങ്ങൾ ആലോചിച്ചോ? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എത്ര നിങ്ങൾ പറഞ്ഞോ, കേൾക്കാൻ അള്ളാഹു സന്നദ്ധനാണ്, ഉത്തരം നൽകാൻ അള്ളാഹു സന്നദ്ധനാണ്. അണ്ടകടാഹങ്ങളുടെ ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹ് അവൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവന്റെ ഖജനാവ് വിശാലമാണ്. പ്രിയമുള്ളവരെ, മനസ്സിന്റെ ചിന്തകൾ അറിയുന്ന അള്ളാഹ് ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ 7 ആകാശങ്ങൾക്കപ്പുറത്ത് വിവരം അറിയുന്ന അള്ളാഹ് അവനോടൊന്ന് പറ. അങ്ങനെ അവനിലേക്കടുത്ത് പാപങ്ങളെ മാറ്റി നന്മയുടെ മീസാനിൽ കനം കൂടാൻ. ഇനി ഒന്നുകൂടെ പറയാൻ, നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. മരിക്കോളെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലും മീസാനിൽ കനം കൂട്ടാൻ നമുക്ക് വിചാരണ പറഞ്ഞ നേർക്ക് നേരെ അള്ളാൻ്റെ വിചാരണയുണ്ട്. ഗ്രന്ഥങ്ങൾ നൽകും. മീസാനിലൂടെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമുക്ക് പിന്നെയും കിട്ടാൻ കഴിയുന്നത് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ്. അതിനെന്ത് വേണം? മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തണം, ഉറപ്പ് വരുത്തണം, മാക്സിമം അധ്വാനിക്കണം. പ്രാർത്ഥിപ്പിക്കുന്ന മക്കളല്ല, പ്രാർത്ഥിക്കുന്ന മക്കളാണ്. കാരണം വനക്തുബു മാ ഖദ്ദമു വ ആസാറും, അവർ ചെയ്തതും അവരുടെ അസറുകൾ ഈ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്താൻ കാരണക്കാർ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് 2ാമത് പറഞ്ഞു നാഫിയായ ഇൽമാൻ, പ്രബോധനം ഉണ്ടാവണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ജീവിതകാലത്ത് നമ്മളത് ചെയ്തുകൊണ്ട് നമ്മുടെ മരണശേഷം ഇത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയോ, നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ മാലിക് ബിൻ ദീനാറും സംഘവും ഖബറിൽ പുണ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ചെയ്യൻ്റെ സുതാര്യതയാണ് അല്ലേ? നമ്മൾ പറയും മണി ചെയ്യൻ, ഒരാൾ മറ്റാളെ ചേർത്തിയ ആൾ മറ്റാൾ, അതിൻ്റെ പുണ്യമൊക്കെ ആദ്യം ചേർത്തിയ ആൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്നൊക്കെ പറയല്ലേ. കുറച്ച് കഴിഞ്ഞാൽ പറയാം പൊട്ടിപ്പോയി അല്ലേ? നിങ്ങൾക്കറിയോ ഇസ്ലാമിൻ്റെ മനോഹാരിത? ഞങ്ങളോടൊരു സഹാബിൻ്റെ പേര് പറയാം, ഞാൻ നിർത്താണ്. തുഫൈൽ ഇബ്നു അംർ ദൂസി റളിയല്ലാഹു അൻഹു, കേട്ടുപരിചയമുണ്ടോ നമുക്ക്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ മുസൽ അശ്ശരി, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ അറിയാം. തുഫൈൽ ഇബ്നു അംർ ദൂസി അത്ര പരിചയമില്ല അല്ലേ? യമനുകാരനാണ്. യമനി എന്ന പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. റസൂൽ, ഞാൻ എൻ്റെ നാട്ടുകാരെ ക്ഷണിച്ചോട്ടെ? റസൂൽ പറഞ്ഞു ചെന്നോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു, വാപ്പ സ്വീകരിച്ചു. ഭാര്യയോട് അദ്ദേഹം പോയി പറഞ്ഞ ഡയലോഗ് പോലും ഇതാണ്: ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ നീ വന്നാലത് ഞാനും നീ തമ്മിലൊരു ബന്ധമില്ല എന്ന് വരെ പറഞ്ഞു. പക്ഷെ ഭാര്യ വന്നു, വാപ്പ വന്നു. പക്ഷെ നാട്ടുകാർ ഇയാൾ ആട്ടി ഓടിച്ചു. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടോ എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും? ആ സങ്കടത്തിൽ ഇയാൾ റസൂലുള്ളാഹിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, റസൂലേ, അവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി എഴുന്നേറ്റപ്പോൾ സഹാബത്ത് പറഞ്ഞു, അവർ നശിച്ച തന്നെ. പക്ഷെ അള്ളാഹിൻ്റെ ഹബീബ് ദുആ ചെയ്ത് ഈ മനുഷ്യൻ കാരണമായി അവർക്ക് ഹിദായത്ത് കൊടുക്കണേന്നാണ്. നിങ്ങൾക്കറിയോ, പിന്നീട് അദ്ദേഹം പോയി വലിയ യാത്രാ സംഘങ്ങളായി തിരിച്ചു വന്നു. അക്കൂട്ടത്തിലൊരു സഹാബിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയെ കൊണ്ടുവന്നതാരാൻ? തുഫൈൽ ഇബ്നു അംർ ദൂസി.
ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖബറിൽ കൊടുക്കുമ്പോൾ അതുപോലെ അങ്ങോട്ട് നാഫിയായ ഇൽമ്, മറ്റൊന്ന് ജാരിയായ സ്വതക്കയെ നമ്മൾ കൊടുത്തു പോയ സ്വതക്ക നാളെ അതിവിടെ ഉപയോഗപ്പെടുത്തുന്നിടത്തോളം കാലം നമ്മുടെ ഖബറിലേക്ക് കിട്ടും. അങ്ങനെ സ്വരൂപിക്കണം. മക്കളുടെ പ്രാർത്ഥനകൾ കിട്ടാൻ മാത്രം അവരെ വളർത്തണം. നാളെ അള്ളാഹുവിൻ്റെ മീസാനിൽ നമ്മൾ പോലും അത്ഭുതം കൂറുമാർ, റബ്ബേ ഇത്ര പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാറു വലദിക ലക്, നിൻ്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണ് ഈ നന്മയുടെ മീസാൻ കനം കൂടാൻ കാരണമെന്ന് പറയപ്പെടുന്ന സൗഭാഗ്യവാന്മാരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ വിചാരണ ലളിതമാക്കി തരണേ അള്ളാഹ്. സുന്ദരമായി കടന്നുപോയി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ല, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ ഒക്കെ സഹോദരങ്ങൾ അറബ് രാജ്യത്തിൻ്റെ മണ്ണിൽ പല വ്യത്യസ്തമായ മാനസികാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരുടെ കുടുംബങ്ങൾ അതിലേറെ നീറ്റലുമായി നാട്ടിൽ കഴിയുന്നവരുണ്ട്. സമാധാനത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കണേ അല്ലാ, നീട്ടിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീന ഫീ ജമീഇ ബിലാദിന വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد. പ്രിയമുള്ളവരെ, ഒരു ഒറ്റ കാര്യം